Hello all, welcome to Favor Learning app. Okay, സാജിദ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നമ്മുടെ ഫേവർ ലേണിംഗ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്ത് എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫേവർ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. സോ അതൊരിക്കലും മിസ് ചെയ്യരുത്. സോ അതേപോലെ തന്നെ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ചിലോട്ട് താഴെ കാണുന്ന നോട്ടിഫിക്കേഷനിലോട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ആണ്. നമ്മളുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് ആണ്, മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ്, മാർജിനൽ കോസ്റ്റിംഗ് പ്രോബ്ലംസ്, ഇതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് നോക്കാം. ഓക്കെ, ആരൊക്കെയാണ് ലൈവ് ക്ലാസ്സിലുള്ളതെന്ന് വെച്ചാൽ മെസ്സേജ് ഇട്ടേക്കണേ. സാജിദ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്താണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് നോക്കാം. സോ കോസ്റ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ വേർഡിൽ തന്നെ നമുക്കറിയാം, മെയിൻ എയിം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് ഓർഗനൈസേഷനിൽ മെയിൻ ആയിട്ട് ക്വാളിറ്റി ആയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാം റീസണബിൾ പ്രൈസ് ആയിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്തിരിക്കണം, കൺട്രോൾ ചെയ്തിരിക്കണം. ഇതാണ് മെയിൻ എയിം. സോ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും എഫേർട്ട് എടുക്കുക. എന്തിനാണ് ഈ എഫേർട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ആ എഫിഷ്യൻസിയോട് കൂടെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. ആക്ച്വലി നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വാളിറ്റിയിലോ അതേപോലെ എഫിഷ്യൻസിക്കോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോ അതിനൊന്നും ഒരു മാറ്റം വരുത്തരുത്. ആക്ച്വലി ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും എഫേർട്ട് എടുക്കുക ഈ പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വന്നിട്ട് മിനിമൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് എഫേർട്ട്. കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടും എഫേർട്ട് എടുക്കുകയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് അതിൻ്റെ പെർ യൂണിറ്റ് വന്നിട്ട് മിനിമൈസ് ചെയ്യാൻ. ആക്ച്വലി അത് ക്വാളിറ്റിയിലായിക്കോട്ടെ എഫിഷ്യൻസിയിലായിക്കോട്ടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലായിക്കോട്ടെ അതിൽ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, എഫേർട്ട് എടുക്കാനും. അതേപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക റിയൽ ആൻഡ് പെർമനന്റ് ആയിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്. അതേപോലെ അഡ്മിനിസ്ട്രേഷന്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് ഇറ്റ് എയിംസ് അറ്റ് അച്ചീവിംഗ് റിയൽ ആൻഡ് പെർമനന്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊക്കെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റിഡക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ പെർമനന്റ് ആയിട്ട് എന്തൊക്കെയാണ് റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതേപോലെ അഡ്മിനിസ്ട്രേഷന്, അതേപോലെ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. ഇനി അപ്പം നമുക്ക് മെയിൻ ആയിട്ട് എന്താ കോസ്റ്റ് റിഡക്ഷൻ എന്താന്ന് വെച്ചാൽ നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കോസ്റ്റ് റിഡക്ഷൻ വെച്ചാൽ പെർമനന്റ് ആയിട്ടും ജെന്യൂൻ ആയിട്ടും ഡിക്രീസ് ചെയ്യുക കോസ്റ്റ്. എന്തിലൂടെ എന്ന് വെച്ചാൽ സർട്ടൻ മെത്തേഡ്സ് ആൻഡ് എഫിഷ്യൻസിയിലൂടെ വന്നിട്ട് പെർമനന്റ് ആയിട്ട് എന്നേക്കുമായിട്ടും ജെന്യൂൻ ആയിട്ടും എന്ത് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അതാണ് പെർമനന്റ് ആൻഡ് ജെന്യൂൻ ഡിക്രീസ് ഇൻ കോസ്റ്റ് ത്രൂ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ആൻഡ് എഫിഷ്യൻസി. സർട്ടൻ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ആൻഡ് എഫിഷ്യൻസിയിലൂടെ പെർമനന്റ് ആയിട്ടും ജെന്യൂൻ ആയിട്ടും കോസ്റ്റ് വന്നിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കോസ്റ്റ് റിഡക്ഷൻ. ഓക്കെ, സോ അതേപോലെ തന്നെ ഹായ് അനശ്വര, അപർണ, രേഷ്മ, സോ നയന, കോസ്റ്റ് റിഡക്ഷൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ. നമുക്ക് എന്തൊക്കെയാ നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ളത് ആക്ച്വലി ഇപ്പം മാത്രം ചെയ്ത ഒരു ടെമ്പററി ആയിട്ടല്ല, അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് കണ്ടിന്യൂസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അത് കണ്ടിന്യൂ ചെയ്തിട്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ഒരു വൺ ടൈം ആക്ടിവിറ്റി അല്ല. ആക്ച്വലി അത് എഫേർട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വരുന്ന പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. അല്ലാതെ ഒരു വൺ ടൈം ആക്ടിവിറ്റി അല്ല. അതാണ് കണ്ടിന്യൂസ് പ്രോസസ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റിയൽ ആൻഡ് പെർമനന്റ് ഡിക്രീസ് ആണ്. അതായത് ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ റിഡക്ഷൻ അച്ചീവ്ഡ് ഷുഡ് ബി ജെനുവിൻ ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ളത് ജെനുവിൻ ആയിരിക്കണം, അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. ബിക്കോസ് അത് കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ, ലൈഫ് ലോങ്. സോ അല്ലാതെ ഒരു ടെമ്പററിയോ അങ്ങനെ ആകാൻ പാടില്ല. ബിക്കോസ് ഓരോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ വരുമല്ലോ, പ്രൈസ് ഡ്രോപ്പ് ആകാം, അല്ലെങ്കിൽ സീസണൽ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളും വരും. സോ റിയൽ ആൻഡ് പെർമനന്റ് ഡിക്രീസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാന്നുള്ളത് മെയിൻ എയിം ആണ്. ജെന്യൂൻ ആയിട്ട് തന്നെ വളരെ സത്യസന്ധമായിട്ട് രീതിയിൽ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിരിക്കണം, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്. അല്ലാതെ നോട്ട് ടെമ്പററി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതൊന്നും ആയിരിക്കരുത്. അത് നോട്ട് ടെമ്പററി ഓർ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ആണ് നോട്ട് കോംപ്രമൈസിങ് ഓൺ ക്വാളിറ്റി ആണ്. അതായത് കോസ്റ്റ് റെഡ്യൂസിങ് എന്ന് പറയുന്നത് തന്നെ
ഷുഡ് നോട്ട് എഫക്ട്, അത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ക്വാളിറ്റിനെയോ പെർഫോമൻസിനെയോ എഫക്ട് ചെയ്യുന്നില്ല, പ്രോഡക്റ്റിന്റെ റിലയബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നില്ല. സോ അതാണ് കോസ്റ്റ് റിഡക്ഷൻ ഷുഡ് നോട്ട് എഫക്ട് ദ ക്വാളിറ്റി, പെർഫോമൻസ് ഓർ റിലയബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് സർവീസ്. ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർവീസസിന്റെ റിലയബിലിറ്റിനെ ഒന്നിനും എഫക്ട് ചെയ്യുന്നില്ല. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളൂ, പക്ഷെ അതിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പെർഫോമൻസിനോ പ്രോഡക്റ്റിന്റെ റിലയബിലിറ്റിനോ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ കോസ്റ്റ് റിഡക്ഷൻ. അതാണ് നോ കോംപ്രമൈസ്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്തേക്കരുത്. അതാണ് നോ കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി എന്ന് കൊടുത്തേക്കണം. നെക്സ്റ്റ് ആണ് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. അതായത് ആക്ച്വലി എങ്ങനെ അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, അതേപോലെ അനാലിസിസ് ചെയ്യുക, ഇന്നോവേഷൻ നടത്തുക. സോ റാൻഡം ആയിട്ടല്ല കോസ്റ്റ് കട്ട് ചെയ്യുക. ഇത് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യുക. അപ്പം നമ്മൾ നോക്കുമല്ലോ എന്തൊക്കെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുകയെന്ന്. സോ അതാണ് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ റിസർച്ച്, അനാലിസിസ് ആൻഡ് ഇന്നോവേഷൻ, നോട്ട് ബൈ റാൻഡം കോസ്റ്റ്. ചുമ്മാ റാൻഡം ആയിട്ട് ചെയ്യുകയല്ല. ആക്ച്വലി എങ്ങനെ അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ റിസർച്ചിലൂടെയും അനാലിസിസിലൂടെയും ഇന്നോവേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അച്ചീവ് ചെയ്യുന്നത്. അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അവർ സർട്ടൻ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് ആക്ച്വലി ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കവേഴ്സ് ഓൾ ഏരിയാസ് ഓഫ് ബിസിനസ് ആണ്. ആക്ച്വലി എല്ലാ ഏരിയാസ് ഓഫ് ബിസിനസ്സും കവർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊഡക്ഷനിൽ, പർച്ചേസിൽ, മാർക്കറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കവേഴ്സ് ഓൾ ഏരിയാസ് ഓഫ് ഫംഗ്ഷൻ, എല്ലാ ഏരിയാസ് ഓഫ് ബിസിനസ്സും ആണ് കവർ ചെയ്യുന്നത്. ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അത് എവിടേക്ക് അപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ പ്രൊഡക്ഷന്, പർച്ചേസ്, മാർക്കറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫംഗ്ഷൻസിലാണ്. നെക്സ്റ്റ് ആണ് ബേസ്ഡ് ഓൺ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് ആണ്. സോ മെയിൻ എയിം കോസ്റ്റ് റിഡക്ഷൻ്റെ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എലിമിനേറ്റ് ചെയ്യുക വേസ്റ്റേജ്, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ ഒപ്റ്റിമം ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യുക. സോ മെയിൻ എയിം ഓഫ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് ടു എലിമിനേറ്റ് വേസ്റ്റേജസ് എലിമിനേറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക പ്രൊഡക്ടിവിറ്റി, ഒപ്റ്റിമൈസ് ചെയ്യുക റിസോഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാകും. അതാണ് ഈ ഡൈനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് വന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്തിരിക്കണം, ആ ടെക്നിക്സും കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്തിരിക്കണം. സോ അതാണ് ബിസിനസ് കണ്ടീഷൻ ചേഞ്ച് ആണ്. സോ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് വന്നിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കണം അത് ഓവർകം ചെയ്യാൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു കോസ്റ്റ് റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ മിനിമൈസ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യുക. കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിക്ക് എഫക്റ്റ് ഒന്നും ചെയ്യരുത്. അതാണ് വിതൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റിയോ എഫിഷ്യൻസിയോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോ ഒന്നിനും ബാധിക്കരുത്. അപ്പോൾ മെയിൻ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അച്ചീവ് ചെയ്യുക റിയൽ ആൻഡ് പെർമനന്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള എന്ത് ചെയ്യുക, റിയൽ ആയിട്ടും പെർമനന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷന്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ പെർമനന്റ് ആയിട്ടും ജെന്യൂൻ ആയിട്ടും ഡിക്രീസ് ചെയ്യുക കോസ്റ്റ് എന്ന് പറയുന്നതാണ്. അതേപോലെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് പ്രോസസ്, റിയൽ ആൻഡ് പെർമനന്റ് ഡിക്രീസ്, നോട്ട് കോംപ്രമൈസിങ് ഓൺ ക്വാളിറ്റി, no compromise on quality, scientific and systematic approach, covers all area of business, based on efficiency improvement, dynamic in nature. Okay, so ഇതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും. ക്ലിയർ ആയോ? നയന, രേഷ്മ, അപർണ, അനശ്വര, സാജിത. ഓക്കെ, സോ ലൈവ് ക്ലാസ്സിൽ 5 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇല്ലേ? ആർദ്ര, ചാക്കോ, അപർണ, അവരൊന്നും ഇല്ലേ? അമല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റ് മാനേജ്മെന്റ് ആണ്. എങ്ങനെയാണ് കോസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിൽ. സോ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുക, എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് മെയിൻ. സോ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് ഒരു കോസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ മാനേജിങ് ദി കോസ്റ്റ് വി ഹാവ് ടു പ്രോപ്പർ പ്ലാൻ. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം ഹൗ ടു റെഡ്യൂസ് ആൻഡ് ഹൗ ടു മാനേജ് ദ കോസ്റ്റ്. സോ ത്രൂ പ്രോപ്പർ പ്ലാനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓൺലി വി ഹാവ് ഇറ്റ് ഹെൽപ്സ് ഓൺലി റെഡ്യൂസ് ദ കോസ്റ്റ്. സോ അപ്പോൾ പ്ലാനിങ്ങിലൂടെയും കൺട്രോളിങ്ങിലൂടെയും റെഡ്യൂസിങ് കോസ്റ്റിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോസ്റ്റ് മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പ്രോഫിറ്റബിലിറ്റി നമുക്ക് എപ്പോഴും കൂട്ടിയിരിക്കണം, എഫിഷ്യൻസി കൂട്ടിയിരിക്കണം. അതാണ് ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി എന്ന് കൊടുത്തേക്കണേ. അപ്പോൾ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഇൻവോൾവ്സ് ഫസ്റ്റ് ഓഫ് ഓൾ എസ്റ്റിമേറ്റ് ചെയ്യുക, നെക്സ്റ്റ് ബഡ്ജറ്റിംഗ്. ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുക എത്ര എക്സ്പെൻസ് വരും, എത്ര കോസ്റ്റ് ഇൻകർ ചെയ്യും, എന്നിട്ട് ബഡ്ജറ്റ് ചെയ്യുക, എത്ര ഫണ്ട് വേണ്ടി വരും, എന്നിട്ട് മോണിറ്റർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, എന്നിട്ട് അനലൈസ് ചെയ്യുക കോസ്റ്റ് ത്രൂ ഔട്ട് ദ പ്രൊഡക്ഷൻ. ഫുള്ളായിട്ട് ആ പ്രൊഡക്ഷൻ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക.
എന്നിട്ട് ഉറപ്പ് വരുത്തുക ആക്ച്വൽ കോസ്റ്റ് പ്ലാൻഡ് കോസ്റ്റിനേക്കാളും എക്സീഡഡ് അല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു 1 lakh ആണ് എസ്റ്റിമേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ 1 lakh എന്ന് പറയുന്നത് നമുക്ക് 95,000 വരെ വരാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻഡ് കോസ്റ്റ് ആണ് ഈ 1 lakh എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇൻകർ ചെയ്ത ആക്ച്വൽ കോസ്റ്റ് ആണ്. എപ്പോഴും ഈ ആക്ച്വൽ കോസ്റ്റ് ഡു നോട്ട് എക്സീഡ്. സോ ഒരിക്കലും പ്ലാൻഡ് കോസ്റ്റിനേക്കാളും കൂടരുത്. ബിക്കോസ് നമുക്ക് എന്ത് വരും, ലോസ് ഇൻകർ ചെയ്യും. സോ ബിക്കോസ് ഓഫ് ദിസ് വി ഹാവ് ടു മാനേജ് ദ കോസ്റ്റ് പ്രോപ്പർലി. സോ അതാണ് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ ചെയ്യുക, നെക്സ്റ്റ് കൺട്രോൾ ചെയ്യുക, നെക്സ്റ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക ബിസിനസ്സിൽ. സോ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ മാക്സിമൈസ് ചെയ്യുക പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി എന്നുള്ളതാണ്. സോ അപ്പോൾ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് മാനേജ്മെന്റ് എന്തൊക്കെ ഇൻവോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എസ്റ്റിമേറ്റ് ചെയ്യുക, നെക്സ്റ്റ് എന്തൊക്കെ ബഡ്ജറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് നോക്കുക, അതിനുശേഷം മോണിറ്റർ ചെയ്യുക, നെക്സ്റ്റ് ആ കോസ്റ്റ് ഫുള്ളായിട്ട് അനലൈസ് ചെയ്യുക പ്രൊഡക്ഷനിലൂടെയും പ്രോജക്റ്റിലൂടെയും, എന്നിട്ട് ഉറപ്പ് വരുത്തുക ആക്ച്വൽ കോസ്റ്റ് എന്നിട്ട് പ്ലാൻഡ് കോസ്റ്റിനേക്കാളും എക്സീഡഡ് അല്ല എന്ന്. സോ അതാണ് ടു എൻഷുർ ദാറ്റ് ആക്ച്വൽ കോസ്റ്റ് ഡു നോട്ട് എക്സീഡ് പ്ലാൻഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് പ്ലാൻഡ് കോസ്റ്റിനേക്കാളും എക്സീഡഡ് അല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് കോസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്ലാനിങ്ങിലൂടെയും കൺട്രോളിങ്ങിലൂടെയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, മെയിൻ ആയിട്ട് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും എഫിഷ്യൻസി കൂട്ടാനും. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ആണ് കോംപ്രിഹെൻസീവ് പ്രോസസ് ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ ചെയ്യുക, കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക, കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. സോ അതേപോലെ തന്നെ കോസ്റ്റ് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റയർ കോസ്റ്റൊക്കെ കവർ ചെയ്തിരിക്കുക, അതായത് കോസ്റ്റ് പ്ലാനിങ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് അനാലിസിസ്. അപ്പോൾ കോംപ്രിഹെൻസീവ് പറയുന്നത് എല്ലാം കൂടിയുള്ള ഒരു എൻ്റയർ പ്രോസസ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഫ്യൂച്ചർ ഓറിയന്റഡ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇവിടെ എന്താ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർകാസ്റ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് പ്രിഡിക്റ്റ് ചെയ്യുക. അതേപോലെ എത്ര കോസ്റ്റ് വരുന്ന ബഡ്ജറ്റ് ചെയ്യുക, എത്ര റവന്യൂ ഉണ്ട് അപ്പോൾ അതിൽ എത്ര ഇൻകർ ചെയ്യുന്നു എന്ത് ചെയ്യുക അവർ ബഡ്ജറ്റ് ചെയ്യുക. എന്നിട്ട് ഉറപ്പ് വരുത്തുക ഫ്യൂച്ചർ സ്പെൻഡിങ് അലൈൻ വിത്ത് ബിസിനസ് ഗോൾ. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് ഗോളായിട്ട് മാച്ച് ആവുന്നു ഉറപ്പ് വരുത്തുക. അലൈൻ മീൻസ് മാച്ച് അപ്പ് ആകുന്നു ഉറപ്പ് വരുത്തുക. സോ അതാണ് ടു എൻഷുർ ദാറ്റ് ഫ്യൂച്ചർ സ്പെൻഡിങ് അലൈൻ വിത്ത് ബിസിനസ് ഗോൾ. അടുത്താണ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും റെഗുലറായിട്ട് കമ്പയർ ചെയ്യും, ബഡ്ജറ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കോസ്റ്റ് റെഗുലറായി കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും വേരിയൻസും കാര്യങ്ങളും ഇപ്പോൾ ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അനലൈസ് ചെയ്തിട്ട് കറക്റ്റീവ് ആക്ഷൻസ് വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് റെഗുലർ ആയിട്ട് എപ്പോഴും കമ്പയർ ചെയ്തിരിക്കണം ബഡ്ജറ്റ് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും. എന്നിട്ട് എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അനലൈസ് ചെയ്തിട്ട് കറക്റ്റീവ് ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് കോസ്റ്റ് ആർ റെഗുലർലി കമ്പയർഡ് വിത്ത് ബഡ്ജറ്റ് ഓർ സ്റ്റാൻഡേർഡ് ആൻഡ് വേരിയൻസ് ആർ അനലൈസ്ഡ് ഫോർ കറക്റ്റീവ് ആക്ഷൻ. വേരിയൻസ് അനലൈസ് ചെയ്തിട്ട് കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് വന്നിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ്. നെക്സ്റ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആണ്. ആക്ച്വലി അവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പ്രൊവൈഡ് യൂസ്ഫുൾ കോസ്റ്റ്, അവിടെ ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക മാനേജ്മെന്റിന്. ഇതിലേക്ക് വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ, ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ്, പെർഫോമൻസ് എവാലുവേഷൻ ഡിസിഷൻ, ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ടൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോസ്റ്റ് മാനേജ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അതിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് ആണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റിന്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പ്രൈസിങ്ങിന്, ബഡ്ജറ്റിങ്ങിന്, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ്, പെർഫോമൻസ് എവാലുവേഷൻ ഡിസിഷൻ, ഇതിനൊക്കെ. സോ ഡിസിഷൻ മേക്കിംഗ് ടൂൾ. നെക്സ്റ്റ് ആണ് എഫിഷ്യൻസി ഓറിയന്റഡ് ആണ്. സോ നമുക്ക് എൻകറേജ് ചെയ്യാൻ സാധിക്കും എഫിഷ്യൻ്റ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുക. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഇതൊക്കെ യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് വേസ്റ്റേജും കാര്യങ്ങളും ഇല്ലാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്, മിനിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ആണ് ഇന്റഗ്രേറ്റ് വിത്ത് അതർ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്, അതായത് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുക ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. ലൈക്ക് ഏതൊക്കെയാന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ബെറ്റർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അതേപോലെ എഫിഷ്യന്റ് ആയിരിക്കണം കോസ്റ്റ് എന്ന് പറയുന്നതാണ്. വർക്ക് ക്ലോസ്ലി വിത്ത് ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. ബെറ്റർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. അതേപോലെ നെക്സ്റ്റ് ആണ് ഫോക്കസ് ഓൺ വാല്യൂ ക്രിയേഷൻ ആണ്. സോ കോസ്റ്റ് മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ തന്നെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ കസ്റ്റമേഴ്സിനെയും ഒരു കോസ്റ്റ് മിനിമൈസ് ചെയ്യാന്നുള്ളത് അതിനേക്കാളുപരി ഓർഗനൈസേഷന്റെ വാല്യൂ എപ്പോഴും എൻഹാൻസ് ചെയ്യുക, അതേപോലെ കസ്റ്റമേഴ്സിനെയും. ഓക്കെ, അടുത്താണ് യൂസ് ഓഫ് മോഡേൺ ടെക്നിക്സ് ആണ്. അതായത് അവിടെ അഡ്വാൻസ്ഡ് ടൂൾസും കാര്യങ്ങളാണ് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂസ് ഓഫ് മോഡേൺ ടെക്നിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് അഡ്വാൻസ് ടൂൾസ് സച്ച് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. അപ്പോൾ ഇതൊക്കെ മോഡേൺ ടെക്നിക്സ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ് ടൂൾസ്. ഓക്കെ, ABC, ടാർഗറ്റ് കോസ്റ്റ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. സോ അപ്പോൾ എന്താ ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, നെക്സ്റ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക ബിസിനസ്സിൽ എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് എയിം എന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് മാനേജ്മെന്റ് വരുന്നതാണ് ഫസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക, നെക്സ്റ്റ് എന്തൊക്കെയാണ് ബഡ്ജറ്റ് വേണ്ടത് നോക്കുക, മോണിറ്റർ ചെയ്യുക, ഫുള്ളായിട്ട് കോസ്റ്റ് അനലൈസ് ചെയ്യുക.
അതായത് പ്രൊഡക്ഷനിൽ പ്രോജക്റ്റിലൊക്കെ, എന്നിട്ട് ഉറപ്പ് വരുത്തുക ആക്ച്വൽ കോസ്റ്റ് പ്ലാന്റ് കോസ്റ്റിനേക്കാളും എക്സീഡ് അല്ല എന്ന് ഉറപ്പ് വരുത്തുക. സോ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ് പ്രോസസ്, അതേപോലെ ഫ്യൂച്ചർ ഓറിയന്റഡ്, കണ്ടിന്യൂസ് മോണിറ്ററിംഗ്, ഡിസിഷൻ മേക്കിംഗ് ടൂള്, എഫിഷ്യൻസി ഓറിയന്റഡ്, ഇന്റഗ്രേറ്റ് വിത്ത് അതർ ഫങ്ഷൻസ്, ഫോക്കസ് ഓൺ വാല്യൂ ക്രിയേഷൻ, യൂസ് ഓഫ് മോഡേൺ ടെക്നിക്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കോസ്റ്റ് മാനേജ് ചെയ്യാൻ സർട്ടൺ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ആ ടൂൾസിന്റെ പേരാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. ABC, ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? സജിത, അനശ്വര, ഷൈനി, രേഷ്മ, അപർണ, അമല, നയന, അനശ്വര, സജിത, ക്ലിയർ ആയോ എല്ലാവർക്കും? ലൈവ് ക്ലാസ്സിലുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണേ. ഇപ്പൊ നമ്മൾ എടുത്തത് കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് മാനേജ്മെന്റും ആണ്. അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് പ്രോബ്ലത്തിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എൻ്റെ ഒപ്പം എല്ലാവരും ചെയ്ത് വന്നേക്കണം കേട്ടോ. സാജിത, അനശ്വര, ഷൈനി, രേഷ്മ, അപർണ, അമല, നയന, എല്ലാവരും ചെയ്തേക്കണേ. ഓക്കെ, സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ എയിംസ് അറ്റ്, that is option A, temporary decrease in cost, B, permanent and genuine reduction in cost, C, increase in profit through higher prices, D, reduction in sales volume. അപ്പോൾ എന്താണ് കോസ്റ്റ് റിഡക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താണ്? പെർമനന്റ് ആയിട്ടും ജെന്യൂൻ ആയിട്ടും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ളത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും? ദാറ്റ് ഈസ് ബെറ്റർ മെത്തേഡ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, റെഡ്യൂസിങ് ക്വാളിറ്റി, റാൻഡം കോസ്റ്റ് കട്ടിംഗ്, ഇൻക്രീസിംഗ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്തിലൂടെയാണ് സാധിക്കുക? ബെറ്റർ മെത്തേഡ്സിലൂടെയും എഫിഷ്യൻസി ഇംപ്രൂവ്ഡിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ബെറ്റർ മെത്തേഡ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. നെക്സ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ ഷുഡ് നോട്ട് റിസൾട്ട് ഇൻ, അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താവില്ല? increase in productivity, reduction in efficiency, better resource utilization, improved methods. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ എഫക്ട് ചെയ്യൂല? അതായത് റിഡക്ഷൻ എഫിഷ്യൻസി വന്നിട്ട് റെഡ്യൂസ് ചെയ്യില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് എ വൺ ടൈം കണ്ടിന്യൂസ് സീസണൽ റാൻഡംസ്. കോസ്റ്റ് റിഡക്ഷൻ പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? മെയിൻറ്റെയിൻ പ്രസന്റ് കോസ്റ്റ്, എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്, ഇൻക്രീസ് സെല്ലിംഗ് എക്സ്പെൻസസ്, റെഡ്യൂസ് സെല്ലിംഗ് പ്രൈസ് ഓൺലി. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എലിമിനേറ്റ് ചെയ്യുക വേസ്റ്റും കാര്യങ്ങളും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് കോസ്റ്റ് റിഡക്ഷൻ ഈസ് ബേസ്ഡ് ആണ്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഗസ് വർക്ക്, സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സയന്റിഫിക് സ്റ്റഡി ആൻഡ് അനാലിസിസ്, റിഡക്ഷൻ ഓഫ് വർക്ക് വേജസ്. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സയന്റിഫിക് സ്റ്റഡി ആൻഡ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോസ്റ്റ് മാനേജ്മെന്റ് മെയിൻലി ഫോക്കസ് ആണ്. കോസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് എന്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ്? ഓൺലി റെഡ്യൂസിങ് കോസ്റ്റ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്, ഇൻക്രീസിങ് ഓവർ ഹെഡ്സ്, കട്ടിംഗ് വേജസ്. ആക്ച്വലി എന്താണ്? പ്ലാനിങ് ആൻഡ് ഓവർ ഹെഡ് കോസ്റ്റ് ആണ് കോസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ്. കോസ്റ്റ് മാനേജ്മെന്റിൽ വരാത്ത പാർട്ട് ഏതാണ്? കോസ്റ്റ് പ്ലാനിങ്, കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് കട്ടിംഗ്, കോസ്റ്റ് അനാലിസിസ്. അപ്പോൾ എന്താണ് ഇതിൽ ഏതാണ് കോസ്റ്റ് മാനേജ്മെന്റിൽ വരാത്ത? ഏതാണ്? കോസ്റ്റ് കട്ടിംഗ് ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ആണ് കോസ്റ്റ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ. കോസ്റ്റ് മാനേജ്മെന്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യണം? ഇംപ്രൂവിംഗ് ഡിസിഷൻ മേക്കിംഗ്, ഇൻക്രീസിംഗ് വേസ്റ്റേജ്, റെഡ്യൂസിംഗ് എഫിഷ്യൻസി, നൺ ഓഫ് ദിസ്. അപ്പോൾ കോസ്റ്റ് മാനേജ്മെന്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യണം? ദാറ്റ് ഈസ് ഇംപ്രൂവിംഗ് ഡിസിഷൻ മേക്കിംഗ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ആണ് ദ മെയിൻ ഗോൾ ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് ഈസ്. കോസ്റ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതിന്റെ മെയിൻ ഗോൾ എന്താണ്? ടു മാക്സിമൈസ് പ്രോഫിറ്റ് ബൈ എഫിഷ്യന്റ് കോസ്റ്റ് കൺട്രോൾ, ടു മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് കോസ്റ്റ്, ടു ഇൻക്രീസ് സെല്ലിംഗ് പ്രൈസ്, ടു റെഡ്യൂസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. മെയിൻ ഗോൾ ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് എന്താണ്? ദാറ്റ് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എഫിഷ്യന്റ് ആയിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട്. കോസ്റ്റ് മാനേജ്മെന്റ് ഈസ് എന്ത് പ്രോസസ്? വൺ ടൈം കണ്ടിന്യൂസ് ഒക്കേഷണൽ റാൻഡം. കോസ്റ്റ് മാനേജ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ മോഡേൺ കോസ്റ്റ് മാനേജ്മെന്റ്. ഏത് ടെക്നിക്സ് ആണ് മോഡേൺ കോസ്റ്റ് മാനേജ്മെന്റിൽ യൂസ് ചെയ്യുക? ABC, ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, ഓൾ ഓഫ് ദം. അപ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 12D. നെക്സ്റ്റ് ആണ് കോസ്റ്റ് മാനേജ്മെന്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ മെയിൻലി ടു. കോസ്റ്റ് മാനേജ്മെന്റ് മെയിൻ ആയിട്ട് ആർക്കാണ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? കസ്റ്റമർ, കോമ്പറ്റീറ്റേഴ്സ്, മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഗവൺമെന്റ് ഓൺലി. അപ്പോൾ ആർക്കാണ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ? മെയിൻലി മാനേജ്മെന്റിനാണ്, ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് ആണ് കോസ്റ്റ് മാനേജ്മെന്റ് ഇന്റഗ്രേറ്റ്. കോസ്റ്റ് മാനേജ്മെന്റ് ആരായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക? ഓൺലി അക്കൗണ്ടിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്, ഓൺലി ഫിനാൻസ്, ഓൺലി സെയിൽസ്. അപ്പോൾ എന്തായിരുന്നു കോസ്റ്റ് മാനേജ് ഇന്റഗ്രേറ്റ് ചെയ്ത്? പ്രൊഡക്ഷൻ, ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. നെക്സ്റ്റ് ആണ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ്ഡ് ഓൺലി ഇൻ പാസ്റ്റ് പെർഫോമൻസ് ആണ്, ഫ്യൂച്ചർ ഓറിയന്റഡ് സ്ട്രാറ്റജിക് ആണ്, ലിമിറ്റഡ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്, കൺസേൺഡ് ഓൺലി വിത്ത് റിഡക്ഷൻ ഓഫ് വേജസ് ആണ്.
അപ്പോൾ മെയിനായിട്ട് കോസ്റ്റ് കൺട്രോളിൽ കോസ്റ്റ് മാനേജ്മെന്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് അവിടെ കൺസേൺ ചെയ്തിരിക്കുന്നത് എന്താണ്, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കണേ. ഓക്കെ, സ്ട്രാറ്റജിക്ക് പറയുന്നത് എന്തെല്ലാം മെത്തേഡ്സ് ടെക്നിക്സ് ആണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുക യൂഷ്വലി ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ ആസ് വെൽ ആസ് കോസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? നയന, അപർണ, സാജിത, അനശ്വര ക്ലിയർ ആയോ? ആരൊക്കെ ലൈവ് ക്ലാസ്സിൽ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് എല്ലാവരും മെസ്സേജ് ചെയ്തേക്കണേ. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് പ്രോബ്ലത്തിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് ബ്രേക്ക് ഈവൺ പോയിന്റ്. ബ്രേക്ക് ഈവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഈ കമ്പനി സെയിൽ എ പ്രൊഡക്റ്റ്, ബ്രേക്ക് ഈവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു കമ്പനി പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. എത്ര രൂപയാണെന്ന് വെച്ചാൽ ₹50 പെർ യൂണിറ്റ് ആണ് സെയിൽ ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 2 lakh ആണ്. ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്, ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൺ പോയിന്റ് അതായത് എങ്ങനെ കാണേണ്ടതെന്ന് വെച്ചാൽ യൂണിറ്റിലും കാണണം റുപ്പീസിലും കാണണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഫോർമുല എന്താണ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 50 ആണ്. അപ്പോൾ 50, വേരിയബിൾ കോസ്റ്റ് എത്ര 30, അപ്പോൾ 50 മൈനസ് 30 20 കിട്ടി. ബ്രേക്ക് ഈവൺ പോയിന്റ് യൂണിറ്റിൽ എന്താ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20 ആണ്. അപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 20 എന്നാൽ 0 ക്യാൻസൽ ചെയ്യുക. സോ അത് 2 ക്യാൻസൽ ആയി. അപ്പോൾ എത്ര വന്നു, 10,000 യൂണിറ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൺ പോയിന്റ് യൂണിറ്റ് കിട്ടി. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്രേക്ക് ഈവൺ പോയിന്റ് യൂണിറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, ഇനി നമുക്ക് BEP റുപ്പീസിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് BEP യൂണിറ്റിലാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം നമുക്ക് BEP റുപ്പീസിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ BEP യൂണിറ്റ് ആണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എടുത്തത് അല്ലേ. ഇനി BEP റുപ്പീസ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ BEP യൂണിറ്റ് എത്ര കിട്ടി, 10,000 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 10,000 കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ മൊത്തം നമുക്ക് എത്രയാണ് സെയിൽ ചെയ്യുന്നത്, 50 ആണ്. അപ്പോൾ 10,000 × 50 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 5 lakh കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BEP എന്ന് പറയുന്നത് 10,000 യൂണിറ്റ് ആണ്. BEP റുപ്പീസ് എന്ന് പറയുന്നത് 5 lakh ആണ്. ഇത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രേക്ക് ഈവൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പനി പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ₹50 ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 30 ആണ്. ഫിക്സഡ് കോസ്റ്റ് 2 lakh ആണ്. സോ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൺ പോയിന്റ് യൂണിറ്റിലും ഫൈൻഡ് ഔട്ട് ചെയ്യണം, റുപ്പീസിലും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് നമുക്ക് 50 തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് 30. സോ 50 മൈനസ് 30 ചെയ്തപ്പോൾ 20 വന്നു. BEP യൂണിറ്റിൽ കാണാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റിന് 2 lakh തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20. അപ്പോൾ 2 lakh ബൈ 20 ആണ് 10,000. ഇനി BEP റുപ്പീസ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 10,000 × 50 ആണ്. നമുക്ക് ഓൾറെഡി 50 എന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് BEP യൂണിറ്റും കിട്ടി, BEP റുപ്പീസും കിട്ടി. ഇനി അതേപോലെ തന്നെ ക്ലിയർ ആയോ? രേഷ്മ, നീതു, ഷൈനി, നയന, അനശ്വര, അപർണ, സാജിത, അമല ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് അറ്റ് എ ഗിവൺ സെയിൽസ് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 40 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 25 ആണ്, ഫിക്സഡ് കോസ്റ്റ് 1,50,000 ആണ്, സെയിൽസ് 12,000 ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണ്. ഇവിടെ നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണാൻ നമുക്കറിയാം സെല്ലിംഗ് മൈനസ് സെയിൽ പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് 40 മൈനസ് 25 ചെയ്തപ്പോൾ 50 വന്നു. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം,
മൊത്തമായിട്ട് സെയിൽ ചെയ്തത് 12,000 ആണ്. അപ്പോൾ 12,000 പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 15 കിട്ടും. 12,000 × 15 എത്രയാണ്? 1,80,000 ആണ്. അപ്പോൾ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല, അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 1,80,000 കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ 1,80,000 1,50,000 പോയാൽ 30,000. അവിടെ പ്രോഫിറ്റ് 30,000 ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പ്രോഫിറ്റ് അറ്റ് ഗിവൺ സെയിൽസ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 40 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 25 ആണ്, ഫിക്സഡ് കോസ്റ്റ് 1,50,000 ആണ്, സെയിൽസ് 12,000 ആണ്. അപ്പം നമ്മളോട് പ്രോഫിറ്റ് ഫൗണ്ട് ഔട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഫോർമുല സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് 40 - 25 15 ആണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പ്രോഫിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ കാണാൻ നമുക്ക് സെയിൽസ് 12,000 ആണ്, കോൺട്രിബ്യൂഷൻ നമുക്ക് 50,000. അപ്പോൾ 12,000 × 50 1,80,000 വന്നു. പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ 1,80,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് പറയുമ്പോൾ 50 എത്ര കിട്ടി? 30. അപ്പോൾ പ്രോഫിറ്റ് ഈക്വൽ ടു 30,000. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? എല്ലാം ഒപ്പം ചെയ്ത് വന്നേക്കൂട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ എന്താ തന്നിരിക്കണമെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് 1,20,000, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 50, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 30, ആക്ച്വൽ സെയിൽസ് 10,000 യൂണിറ്റ്. BEP യൂണിറ്റിലും കാണണം, മാർജിൻ ഓഫ് സേഫ്റ്റി യൂണിറ്റിലും പെർസെൻറ്റേജിലും കാണണം. അപ്പോൾ BEP യൂണിറ്റ് കാണാൻ നമുക്ക് അറിയാം ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1,20,000 ആണ്. കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ 50 - 20 ആണ്, 50 - 30 ആണ്. അപ്പോൾ 1,20,000 ബൈ എന്താ 20 ആണ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? കോൺട്രിബ്യൂഷൻ കാണാൻ നമുക്ക് എന്തെന്നറിയാം? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 50 ആണ്, വേരിയബിൾ കോസ്റ്റ് 30 ആണ്. അപ്പോൾ 50 - 30 20 വന്നു. BEP യൂണിറ്റിൽ കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 1,20,000 അറിയാം, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 20. അപ്പോൾ 1,20,000 / 20 ചെയ്ത് നമുക്ക് 6,000 വന്നു. അതേപോലെ തന്നെ എംപ്ലോയേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി യൂണിറ്റിൽ കാണാൻ എന്താ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ആദ്യം മൈനസ് ചെയ്തിരിക്കണം. ആക്ച്വൽ സെയിൽസിൽ നിന്ന് BEP നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മൈനസ് ചെയ്തിരിക്കണം. അപ്പോൾ എത്രയാണ് ആക്ച്വൽ സെയിൽസ്? എത്ര? 10,000 ആണ്. BEP നമുക്ക് എത്ര കിട്ടി? 6,000. അപ്പോൾ 10,000 - 6,000 ചെയ്തപ്പോൾ 4,000 കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഇവിടെ കാണാനുള്ളത് ക്വസ്റ്റ്യൻ BEP യൂണിറ്റ് ആണ്. അപ്പോൾ BEP കാണാൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഇക്വേഷൻ വരണം. BEP യൂണിറ്റ് കാണാൻ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി നിങ്ങൾക്ക് മൈൻഡിൽ വരണം. ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വൽ സെയിൽസ് എന്നിട്ട് BEP നമുക്ക് കണ്ടുപിടിച്ചു യൂണിറ്റിലെ. ഓക്കെ, സോ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് സെയിൽസ് റിക്വയർഡ് ഫോർ ഡിസൈഡ് പ്രോഫിറ്റ് ആണ്. ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 60, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 40, ഫിക്സഡ് കോസ്റ്റ് 2,50,000, ഡിസൈഡ് പ്രോഫിറ്റ് 50,000, ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ്. നമ്മൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണ് സോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 60 തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് 40. 60 - 40 20 ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എത്രയാണ് സോൾഡ് ചെയ്തിരിക്കണതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിക്വയർഡ് സെയിൽസ് യൂണിറ്റ് കാണാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് 2,50,000 ആണ്, ഡിസൈഡ് പ്രോഫിറ്റ് 50 ആണ്. അപ്പോൾ 2,50,000 + 50, കോൺട്രിബ്യൂഷൻ 20 ആണ്. അപ്പോൾ 2,50,000 + 50 എത്രയാണ്? 3,00,000 / 20 എത്രയാണ്? ദാറ്റ് ഈസ് നമ്മൾ 0 0 ക്യാൻസൽ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഈസ് 30,000. ഇവിടെ നമുക്ക് ഇപ്പോൾ 3,00,000 / 20 ആണ്. അപ്പോൾ നമ്മൾ 0 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 30,000 ആണ് അല്ലേ? 30,000 / 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15,000 യൂണിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് എന്ന് വെച്ചാൽ റിക്വയർഡ് സെയിൽസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? ഫിക്സഡ് കോസ്റ്റ് ബൈ ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഡിസൈഡ് പ്രോഫിറ്റ് തന്നിട്ട് കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഓരോന്ന് നോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. PV റേഷ്യോ കാണാനാണ്. സോ PV റേഷ്യോ കാണാൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 100 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 60 ആണ്,
ഫിക്സഡ് കോസ്റ്റ് 80,000 ആണ്, സെയിൽസ് 2,50,000 ആണ്. അപ്പോൾ നമ്മൾ PV റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യണം പ്രോഫിറ്റും. അപ്പോൾ ആദ്യം കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽ മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്, 100 മൈനസ് 60 40 ആണ്. PV റേഷ്യോ കാണാനുള്ള ഫോർമുല കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് പ്രൈസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 40 ആണ്, സെയിൽസ് പ്രൈസ് പറയുമ്പോൾ 100 ആണ്. അപ്പോൾ 40/100 ഇൻറ്റു 100 എത്രയാണ്? 40%. അതിൽ പ്രോഫിറ്റ് കാണണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, PV റേഷ്യോ കാണാനുള്ള ഫോർമുല കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ബൈ 100 ആണ്, മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. അവിടെ എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 2,50,000 ആണ്. 2,50,000 ഇൻറ്റു പ്രോഫിറ്റ് റേഷ്യോ PV റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ദാറ്റ് ഈസ് 40% പറഞ്ഞാൽ 40/100 0.40. സോ അതേപോലെ തന്നെ 0.40 നമുക്ക് PV റേഷ്യോ എഴുതി. PV റേഷ്യോ എന്ന് പറയുമ്പോൾ 40% ആണ്, അതാണ് 40/100 ആണ് 0.40. മൈനസ് നമ്മൾ എന്ത് ചെയ്തു? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 80,000 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക 2,40,000 ഇൻറ്റു 0.4 എന്ന് പറയുമ്പോൾ 1,00,000 മൈനസ് 80,000 20,000. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. PV റേഷ്യോ കാണാനുള്ള ഫോർമുല കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് പ്രൈസ് ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ബൈ 100 ആണ്. അപ്പോൾ നിങ്ങൾ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ഇവിടുത്തെ 5 പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിലായിരുന്നു. ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റിൽ കാണാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണേ. ബ്രേക്ക് ഇവൻ പോയിന്റ് റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ആ കിട്ടിയതിൻ്റെ കൂടെ നമ്മൾ സെയിൽസ് ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ് ഇൻറ്റു സെയിൽസ് ആണ്, അതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് റുപ്പീസ്. അതേപോലെ നെക്സ്റ്റ് പ്രോഫിറ്റ് അറ്റ് ഗിവൺ സെയിൽസ് ലെവലിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതേപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി BEP യൂണിറ്റ് കാണാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ യൂണിറ്റിലും പെർസെൻറ്റേജിലും. അപ്പോൾ യൂണിറ്റിൽ വന്നിട്ട് ഇവിടെ എന്താ ഫോർമുല എന്ന് വെച്ചാൽ ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് ആണ്, BEP യൂണിറ്റ്. ഇനി നെക്സ്റ്റ് സെയിൽസ് റിക്വയർഡ് ഫോർ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫോർമുല പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ഇവിടെ PV റേഷ്യോയും പ്രോഫിറ്റ് എങ്ങനെ കാണാമെന്ന് വെച്ചാൽ PV റേഷ്യോ കാണാനുള്ള ഫോർമുല കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ പ്രൈസ് ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ബൈ 100 മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ, മീനിങ്, ഫീച്ചേഴ്സ്, കോസ്റ്റ് മാനേജ്മെന്റ്, മീനിങ്, ഫീച്ചേഴ്സ്, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതെ നയന, ഇക്വേഷൻ നല്ലപോലെ പഠിച്ച് ഈസി ആയിട്ട് ചെയ്യാം. നയന, സാജിദ, നീതു, അപർണ, രേഷ്മ, ഷൈനി, ക്ലിയർ ആയോ? സാജിദ, അനശ്വര, അപർണ, രേഷ്മ, നയന, അമല, ക്ലിയർ ആയോ? നമ്മളുടെ ഇപ്പം മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, മൊഡ്യൂൾ 2 മറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൊഡ്യൂൾ 3 നമ്മളുടെ ഇതായിരുന്നു. ദാറ്റ് ഈസ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരുന്നു. സോ നമുക്ക് ആകെ ഒരു ബെൻഡിങ് ഉണ്ട്, ആ റൂട്ടിൻ്റെയും അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും. ബാക്കി നമ്മുടെ 3 മൊഡ്യൂൾ ഇന്നത്തോടെ കംപ്ലീറ്റ് ആകുകയാണ്. നാളെ തൊട്ട് ഇൻഷാല്ലാ 4ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നല്ല രീതിയിൽ നന്നായി പഠിക്കുക. ഓക്കെ, നന്നായി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. സോ ആ ടച്ച് ഒരിക്കലും വിടരുത്. അതേപോലെ ഇന്ന് കുറച്ച് പേര് ലേറ്റ് ആയി, ഒരു 8:05 ഒക്കെ ആയി ക്ലാസ്സിൽ കയറാൻ. അങ്ങനെ ചെയ്യരുത്. 8 o'clock എന്ന് പറയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് തന്നെ ക്ലാസ്സിൽ കയറും കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 5 minutes അങ്ങോട്ടും ഇങ്ങോട്ടും ആവണമെന്ന് വെച്ചിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യരുത്. കറക്റ്റ് 8 o'clock തന്നെ ക്ലാസ്സിലേക്ക് വന്നോളൂ. അതേപോലെ ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം ഇരുന്ന് പഠിക്കുക. ഓക്കെ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്ത് എക്സാം എഴുതി എടുത്തിരിക്കണം. സോ നന്നായി പഠിക്കുക, പ്രാക്ടീസ് ഓൾ ദ ക്വസ്റ്റ്യൻ ആൻഡ് സ്റ്റഡി വെൽ ഓൾസോ. ഓക്കെ, നീതു, നയന, രേഷ്മ, അപർണ, ഇതിന് ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? സാജിദ, നന്നായി പഠിക്കുക കേട്ടോ. ബിക്കോസ് നമുക്കിപ്പം എക്സാം ആയി എന്ന് വെച്ചാൽ തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരാഴ്ച മുന്നേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് വന്നിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ആ ടച്ച് ഒരിക്കലും വിടരുത്. സോ താങ്ക് യു ഓൾ. ഓക്കെ 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 രേഷ്മ, അപർണ, നയന, നീതു, സാജിദ, ആരൊക്കെയാണോ ലൈവ് ക്ലാസ്സിൽ വരാത്തതെന്ന് വെച്ചാൽ എല്ലാവരും ലൈവ് ക്ലാസ്സിൽ വരിക. ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യരുത്. നന്നായിരുന്നു പഠിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.